മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ രാഹുൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അന്വേഷണവുമായി മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. 2 ആഴ്ചയോളമായി രാഹുൽ മാവേലിക്കര സബ് ജയിലിൽ തുടരുകയാണ്. തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. തന്ത്രി കണ്ഠര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിൽ എത്തിയിരിക്കുകയാണ് SIT. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട 2.5 കോടി രൂപയെക്കുറിച്ച് പരാതി നൽകാത്തതിൽ ദുരൂഹതയുണ്ടെന്ന നിഗമനത്തിൽ SIT എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷാണ് ചേരുന്നത്. വിനീഷ്, എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഈ കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുക. ഈ ദ്വാരപാലക കേസിലും ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുമാണ് SIT കോടതിയെ അറിയിച്ചത്. എന്നാൽ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നും താൻ ആചാരപരമായിട്ടാണ് പ്രവർത്തിച്ചതെന്നതടക്കമാണ് ഈ തന്ത്രിയുടെ വാദം. കേസിൽ മറ്റൊരു പ്രതിയായ റിമാൻഡിൽ കഴിയുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്യും. നാളെയാകും ഫയൽ ചെയ്യുക. അങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങിയിരുന്നു. അതുപോലെ തന്നെ ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സ്വാഭാവിക ജാമ്യമൊക്കെ അനുവദിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യമാണ്, മറ്റൊരു കേസിൽ റിമാൻഡിൽ തുടരുന്നതുകൊണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനെതിരെയും രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗുരുതര വിഷയമാണെന്നും പ്രതികൾക്ക് എങ്ങനെ ഈ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നു എന്നതടക്കമാണ് കോടതി നിരീക്ഷണം ഉണ്ടായത്. ഇത്തരം സാഹചര്യത്തിലാണ് ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുക. ഏകദേശം ഒരു 11 മണിക്ക് ശേഷമാകും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് തന്ത്രി ഈ കട്ടളപ്പാളി കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്ന. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി പോറ്റിയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി BJP. പോറ്റിയുമായുള്ള ചിത്രം പുറത്തുവന്ന കോൺഗ്രസ് MPമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ഇന്ന് മാർച്ച് നടത്തും. പ്രിയങ്ക ഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണി എന്നിവരുടെ ഓഫീസിലേക്ക് ഇന്ന് BJP മാർച്ച് നടത്തും. CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ BJPയുടെ പ്രതിഷേധം. ഇന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക, കൊട്ടേഷൻ പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണിക്ക് പെരുമ്പ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരവധി പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. NSS SNDP ഐക്യം പിരിച്ചതിൽ നിർണായക വെളിപ്പെടുത്തലുമായി സുകുമാരൻ നായരുടെ അഭിമുഖം. BJP സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളി പത്മ അവാർഡ് വാങ്ങിയത് സംശയകരമാണ്. NSSുമായി ഐക്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവാർഡ് വന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.